Hi all, welcome back to the channel. Previous year question paper discussion ആണ് നമ്മളിവിടെ ഈ ചാനലിൽ ചെയ്യുന്നത്. സോ ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Which of the following sequences of array elements form a heap? Options A 23, 17, 14, 6, 13, 10, 1, 12, 7, 5. Option B 23, 17, 14, 6, 13, 10, 1, 5, 7, 12. 23, 17, 14, 7, 13, 10, 1, 5, 6, 12. And last option 23, 17, 14, 7, 13, 10, 1, 12, 5, 7. അപ്പോൾ ആൻസർ ഏതാണെന്ന് നോക്കുന്നതിന് മുന്നേ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഹീപ്പാണ് ഫോം ചെയ്യേണ്ടത്. ഹീപ്പ് അപ്പോൾ നമുക്കറിയാം ഹീപ്പ് മെയിൻലി രണ്ട് ടൈപ്പാണുള്ളത്, മിൻ ഹീപ്പ് ആൻഡ് മാക്സ് ഹീപ്പ്. മിൻ ഹീപ്പിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ റൂട്ട് നോഡ് എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ നോഡിനെക്കാട്ടിയും ചെറുതായിരിക്കും. മാക്സ് ഹീപ്പ് എന്ന് പറയുമ്പോൾ റൂട്ട് നോഡ് ആയിരിക്കും ബിഗ്ഗസ്റ്റ് നോഡ്, ബാക്കി എല്ലാ നോഡുകളും റൂട്ടിനെക്കാട്ടിയും കുഞ്ഞായിരിക്കും. നമ്മുടെ ബൈനറി സെർച്ച് ട്രീയെ പോലെ ലെഫ്റ്റ് എന്താണെന്നോ റൈറ്റ് എന്താണെന്നോ ഒന്നും ഹീപ്പിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷൻ ഒരു മിൻ ഹീപ്പാണോ മാക്സ് ഹീപ്പാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ നോക്കിയേ, എല്ലാ ഓപ്ഷൻസിലും ആദ്യത്തെ നമ്പറാണ് 23 എന്ന് പറയുന്നത്. 23യെ കാട്ടിയും വലിയ നമ്പേഴ്സ് ലിസ്റ്റിലൊന്നും തന്നിട്ടില്ല. സോ നമുക്ക് പറയാം, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ത് ഫോം ചെയ്യാനായിട്ടാണ്? മാക്സ് ഹീപ്പാണ് ഫോം ചെയ്യേണ്ടതെന്ന് പറയാം, ആണല്ലോ. ഇനി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഓപ്ഷൻസും കറക്റ്റാണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കലാണ് പരിപാടി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഓപ്ഷനിലോട്ട് പോവാണ് ഞാൻ. അതിനനുസരിച്ചിട്ട് ഞാനൊരു ഹീപ്പ് ട്രീ വരച്ച് നോക്കി. അപ്പോൾ അത് ഹീപ്പാണോ എന്നുള്ള കണ്ടീഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ആൻസർ കണ്ടുപിടിക്കാൻ. സോ ആദ്യത്തെ ഓപ്ഷനിലോട്ട് പോവാണ്. സോ ആദ്യത്തെ ഓപ്ഷൻ 23, 17. അപ്പം ഇതിനനുസരിച്ചിട്ട് ഞാനൊരു ഹീപ്പ് ഇവിടെ വരച്ചിട്ടുണ്ട്. 23 ആണ് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്. 23 കഴിഞ്ഞിട്ട് 17, 14. സോ ലെഫ്റ്റ് ആയിട്ട് 17 ആഡ് ചെയ്തു, റൈറ്റ് ആയിട്ട് 14 ആഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു ലെവലിൽ ഇത് ഓക്കെയാണ്. നമ്മുടെ ചൈൽഡ് നോഡ് എന്ന് പറയുന്നത് എന്താണ് റൂട്ടിനെക്കാട്ടിയും ചെറുതാണ്, ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിവിടെ ഉള്ളത് എന്താണ് 6, 13 ആണ്. അപ്പം 6 കൊടുത്തു, ഇവിടെ 13 കൊടുത്തു, ദെൻ 10 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു. അതുവരെയും ഓക്കെ തന്നെയാണ്, ഒരു പ്രോബ്ലം ഇല്ല. റൂട്ട് നോഡ് തന്നെയാണ് വലുത്. ദെൻ ഇവിടെ 12 വരുന്നുണ്ട്, ദെൻ 7 വരുന്നുണ്ട്, ദെൻ 5 വരുന്നുണ്ട്. ഈ ഒരു പോർഷൻ, ഈ ഒരു സബ് ട്രീയുടെ പോർഷൻ നോക്കിയേ. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഈ 12 നമ്മുടെ ഇവിടെ ചൈൽഡ് നോഡ് ആകാനായിട്ട് പറ്റുമോ? കാര്യം നമുക്ക് മാക്സ് ഹീപ്പ് ആണല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം 6 റൂട്ടിൽ വരാൻ പാടുണ്ടോ? ഇത് തിരിച്ചല്ലേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷനിലോട്ട് പോകാം. അടുത്ത ഓപ്ഷൻ നോക്കുക. 23 വരച്ചു, 17, 14, 6, 13, 10, 1, then 5, 7, 12. ഓക്കെ, ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ നോക്കിയേ, ഈ സബ് ട്രീയുടെ പോർഷൻ നോക്കിയേ. 6നെക്കാട്ടിയും വലിയ നോഡാണ് 7 അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇതും പറ്റത്തില്ല. സോ ഓപ്ഷൻ ബി റോങ് ആണ്. ദെൻ ഓപ്ഷൻ സിയിലോട്ട് പോകാം. ഓപ്ഷൻ സി എന്ന് പറയുന്നത് 23, ഓക്കെ, 17, ദെൻ 14, ദെൻ 7, 13. ഓക്കെ, ഇവിടെ വെച്ച് തന്നെ ഇത് തെറ്റി തുടങ്ങി. ഇല്ല കുഴപ്പമില്ല. ദെൻ 10, 1, ദെൻ 5, 6, 12. ഇത് ഓക്കെ ആണോ? എല്ലാ കണ്ടീഷൻസിലും നോക്കിയേ. നമ്മുടെ 23യെക്കാട്ടിയും ചെറുതാണിത്, 7 13നെക്കാട്ടിയും ചെറുതാണിത്, 10 1നെക്കാട്ടിയും ചെറുതാണ് ചൈൽഡ്, 14നെക്കാട്ടിയും ചെറുതാണ് ചൈൽഡ്, സോറി 5 6നെക്കാട്ടിയും വലുതാണ് 7. ഓക്കെ, അതെല്ലാം ഓക്കെയാണ്. 12നെക്കാട്ടിയും ചെറുതാണ് വലുതാണ് 13. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി എന്ന് പറയുന്നത് കറക്റ്റാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. ഇനി ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഓപ്ഷൻ ഡിയും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ആദ്യം 23 വരച്ചു, ദെൻ 17, ദെൻ 14, ഓക്കെ, ദെൻ 7, ദെൻ 13, ദെൻ 10, 1, ദെൻ 12. ഓക്കെ, ഇവിടെ വെച്ച് തെറ്റി. 12, 5 ആണ് ഇവിടെ വരുന്നത്.
അപ്പോൾ 12 എന്ന് പറയുന്നത് ഇവിടെ ചൈൽഡിനോട് ആവാൻ പാടില്ല. കാര്യം 7 12ആയിട്ട് കമ്പയർ ചെയ്യുമ്പം കുഞ്ഞാണല്ലോ, നമുക്ക് മാക്സ് ഹീപ്പ് അല്ലേ വേണ്ടത്. സോ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് റോങ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് അറിയാനായിട്ടാണ് ഞാൻ ജസ്റ്റ് ഓപ്ഷൻ ഡി നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ എ ഫുള്ളി അസോസിയേറ്റീവ് ക്യാഷ് വിത്ത് 8 ക്യാഷ് ബ്ലോക്ക് numbered 0 to 7 and the following sequence of memory block request: 4, 3, 25, 8, 19, 6, 25, 8, 16, 35, 45, 22, 8, 3, 16, 25, 7. If LRU means least recently used replacement policy is used, which cache block will have memory block 7? ഓക്കെ, ഓപ്ഷൻ 4, 5, 6, 7 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് നമുക്ക് ആൻസർ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ദേ നോക്കി, നമുക്ക് 8 ക്യാഷ് ബ്ലോക്ക് തന്നിട്ടുണ്ട്. 0 to 7 ആണ് നമ്പർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതെ, ഞാൻ ജസ്റ്റ് 8 ക്യാഷ് ബ്ലോക്ക് വരച്ചു. 0 തൊട്ട് 7 വരെ നമ്പർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 8 ക്യാഷ് ബ്ലോക്ക്. ഇനി ഇതിനകത്തേക്കുള്ള മെമ്മറി ബ്ലോക്ക്സ് റിക്വസ്റ്റും പറയുന്നുണ്ട്. 4, 3, 25, 8, 19 ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അതിനകത്തേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ഏത് പോളിസിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? LRU ആണ്, ലീസ്റ്റ് റീസൺലി യൂസ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ലീസ്റ്റ് റീസൺലി യൂസ്ഡ് ആയിട്ടുള്ള ബ്ലോക്ക്സ് ഏതാണോ അതിനെ ആയിരിക്കും റീപ്ലേസ് ചെയ്യുക, അല്ലേ? ലീസ്റ്റ് റീസൺലി യൂസ്ഡ് ആയിട്ടുള്ള ഏത് ബ്ലോക്കാണോ അവരെയാണ് നമ്മൾ പുതിയ റിക്വസ്റ്റ് വരുമ്പം റീപ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ദേ ആദ്യം നമ്മുടെ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തതുപോലെ ആദ്യം ആര് വന്നിട്ടുണ്ട്? ആദ്യം നമ്മുടെ 4 വന്നു, ദെൻ 3 വന്നു, ദെൻ 25 വന്നു, ദെൻ 8 വന്നു. ഓക്കെ, പിന്നെ 19 വന്നു, പിന്നെ 6 വന്നു, ദെൻ 25 ആണ് വന്നിട്ടുള്ളത്. 25 ഓൾറെഡി ഇപ്പോൾ നമ്മുടെ ബ്ലോക്കിലുണ്ട്, ക്യാഷ് ബ്ലോക്കിലുണ്ട്. അപ്പോൾ അത് ക്യാഷ് ഹിറ്റാണ്. മിസ്സാണെങ്കിലല്ലേ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ ഹിറ്റാണ് വന്നത്, സോ അതുകൊണ്ട് അതും കുഴപ്പമില്ല. ഇനി 8 വന്നു, 8ഉം ഓൾറെഡി ക്യാഷ് ഹിറ്റാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ദെൻ 16 വന്നു. 16 വന്നപ്പോൾ നമ്മളിവിടെ 6 എന്ന് നമ്പർ ചെയ്തിട്ടുള്ള ബ്ലോക്കിൽ വെച്ചിട്ടുണ്ട്. ദെൻ 35 വന്നു. 35 വന്നപ്പോൾ 7ലും വെച്ചു. അപ്പം കറൻ്റ്ലി നമ്മുടെ 8 ക്യാഷ് ബ്ലോക്കും ഫില്ലായിട്ടുണ്ട്. ഇനിയാണ് അപ്പോൾ നമുക്ക് ഇനി റീപ്ലേസ്മെൻറ്റിൻ്റെ ആവശ്യകത ഉണ്ടാവുന്നത്, അല്ലേ? ഇനി നോക്കിയേ നിങ്ങൾ, 35 കഴിഞ്ഞ് ഇനി ആരാണ് വരുന്നത്? 45 ആണ് വരുന്നത്. അപ്പോൾ 45 എവിടെ റീപ്ലേസ് ചെയ്യുമായിരിക്കും? ഇവിടെ റീപ്ലേസ് ചെയ്യുമായിരിക്കും. കാര്യം ഇവിടെ 4 ആണ് ലീസ്റ്റ് റീസൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് 22 ആണ് വരുന്നത്. സോ 22 ഇയാളെ റീപ്ലേസ് ചെയ്യും, അല്ലേ? ദെൻ 8 എന്താണ്? ക്യാഷ് ഹിറ്റാണ്, അല്ലേ? ഇവിടെ 8 ഓൾറെഡി ഉണ്ടല്ലോ, സോ ക്യാഷ് ഹിറ്റാണ്. ദെൻ 3യെ നമ്മൾ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ 25 ഇനി നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ളത് ആരാണ്? ഇവിടെ 25 ആണ്. പക്ഷേ 25 ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് യൂസ് ചെയ്തതല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ തൊട്ടടുത്ത ബ്ലോക്കിലോട്ട് പോകുന്നു. ആരാണ്? 8 ആണ്. 8ഉം ഇപ്പോൾ യൂസ് ചെയ്ത കാര്യമല്ലേ ഉള്ളൂ. നിങ്ങൾ നോക്കിയേ, ജസ്റ്റ് പിറകിലോട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും 25ഉം 8ഉം നമ്മൾ യൂസ് ചെയ്തതാണ്, അല്ലേ? ഇപ്പോൾ ഏറ്റവും അടുത്ത് യൂസ് ചെയ്തതാണ്. ലീസ്റ്റ് റീസൺലി ആയിട്ടുള്ള ആൾക്കാരെയാണല്ലോ നമ്മൾ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ അതുമല്ല. അപ്പോൾ 25നെ 8നെ നമുക്ക് 8 ഓൾറെഡി ഹിറ്റാണെന്ന് പറഞ്ഞു, 3 ആണ് ഇനി വരുന്നത്. അപ്പോൾ 3ക്ക് പൊസിഷനായിട്ട് നമ്മൾ 25നെ 8നെയോ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല. ആരെയായിരിക്കും റീപ്ലേസ് ചെയ്യുക? 19 വെച്ചിട്ട് നമുക്ക് 3യെ റീപ്ലേസ് ചെയ്യാം. ഇനി ആരാ വരുന്നത്? 16 ആണ് വരുന്നത്. 16 ഓൾറെഡി ക്യാഷ് ഹിറ്റ് അല്ലേ? ആണ്. ദെൻ അഗെയിൻ 25 വരുന്നു. 25 ഓൾറെഡി ഹിറ്റാണ്. ദെൻ 7 വരുന്നു. ഓക്കെ, അപ്പോൾ 7 വരുമ്പോൾ ഈ 6 റീപ്ലേസ് ചെയ്ത് 7 ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ക്യാഷ് ബ്ലോക്കിലാണ് മെമ്മറി ബ്ലോക്ക് 7നെ റീപ്ലേസ് ചെയ്തതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഏത് ബ്ലോക്കിലായിരിക്കും? 5 അല്ലേ? 5. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. 5th ബ്ലോക്കിലാണ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നമ്പർ ചെയ്തിരിക്കുന്നത് 0 to 7 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും 5 തന്നെ ആയിരിക്കും. മീൻസ് നമ്പർ ചെയ്യുന്നത് 1 to 8 എന്ന് ഇവർ പറഞ്ഞിട്ടില്ലല്ലോ, 0 to 7 തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ നമ്പറിങ് കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ,
സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ടു ഷെയർഡ് റിസോഴ്സസ് R1 ആൻഡ് R2 ആർ യൂസ്ഡ് ബൈ പ്രോസസ് P1 ആൻഡ് P2. Each process has certain priority for accessing each resource. Let Tij denote the priority of Pi for accessing Rj. A process Pi can snatch a resource Rk from process Pj if Tik is greater than Tjk. Given the following: T11 greater than T21, T12 greater than T22, T11 less than T21, T12 less than T22. Which of the following condition ensure that P1 and P2 can never deadlock? So option 1 and 4, 2 and 3, 1 and 2 and none of the above. അപ്പോൾ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഇത് വിട്ടിട്ട് പോകാം എന്നൊരു ടെൻഡൻസി നമുക്കുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത്ര വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നമുക്കിതിൽ നിന്ന് ഈസി ആയിട്ട് അസംഷൻസ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ചിലപ്പം ഇത് നമുക്ക് ഒരു വെയിറ്റേജ് കിട്ടുന്ന ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. ഓക്കെ, നമ്മുടെ റാങ്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളത് വിട്ടിട്ട് പോകരുത്. നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ഗുണം. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക് ഇവിടെ ഡെഡ് ലോക്ക് വരാത്ത സിറ്റുവേഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ എൻഷുർ ദാറ്റ് P1 ആൻഡ് P2 ക്യാൻ നെവർ ഡെഡ് ലോക്ക്. ഓക്കെ, പിന്നെ ഇവരുടെ കണ്ടീഷൻസ് ഇവർ പറയുന്നുണ്ട്. ഈ 4 കണ്ടീഷൻസിൽ ഏതാണ് ഡെഡ് ലോക്ക് ഉണ്ടാക്കാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ P1ഉം P2ഉം പ്രോസസ്സാണ്, R1ഉം R2ഉം റിസോഴ്സസാണ്. P1 എന്നുള്ള പ്രോസസ്സ് ആരെ ഹോൾഡ് ചെയ്യാണ്? R1നെ ഹോൾഡ് ചെയ്യാണ്. P2 എന്നുള്ള പ്രോസസ്സ് R2നെയും ഹോൾഡ് ചെയ്യാണ്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ഡെഡ് ലോക്ക് വരിക? ഡെഡ് ലോക്കിൻ്റെ കണ്ടീഷൻ ഇതാണ്. P1 R1ന് വേണ്ടിയിട്ട് P1 എന്നുള്ള പ്രോസസ്സ് R1 എന്നുള്ള റിസോഴ്സിനെ ഹോൾഡ് ചെയ്യണം. P2 എന്നുള്ള പ്രോസസ്സ് R2നെ ഹോൾഡ് ചെയ്യണം. ഓക്കെ, ഇത് മാത്രമാണോ? P1 എന്നിട്ട് ആർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം? R2ന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. R1 P1ൻ്റെ കയ്യിൽ ഇരിക്കുന്നു ആൻഡ് P1 ആർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം? R2ന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. സിമിലർലി P2 R2ന് ഓൾറെഡി നമ്മുടെ R2 എന്നുള്ള റിസോഴ്സ് ഓൾറെഡി P2ൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. പക്ഷേ P2ന് ഇനി ആരെയും കൂടെ വേണം? R1നെയും കൂടെ വേണം. ഈ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഡെഡ് ലോക്ക് ഉണ്ടാകുന്നത്, അല്ലേ? ഒരു പ്രോസസ്സിന് റിസോഴ്സ് കയ്യിലുണ്ട്, പക്ഷേ വേറൊരു പ്രോസസ്സിൻ്റെ കയ്യിലിരിക്കുന്ന റിസോഴ്സിന് വേണം, വെയിറ്റ് ചെയ്യാണ്. അപ്പോഴാണ് ഡെഡ് ലോക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡെഡ് ലോക്ക് ഉണ്ടാകാത്ത സിറ്റുവേഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ അനുസരിച്ചിട്ട് ഇവരുടെ നമുക്ക് ഏതാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചേ, ക്വസ്റ്റ്യനിൽ എന്താ നോക്കിയേ? Tij denote the priority of Pi for accessing Rj എന്ന് പറയുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ P1ഉം P2ഉം അതുപോലെ തന്നെ R1ഉം R2ഉം ആണ് വരുന്നത്. അപ്പോൾ P1 എന്നുള്ള പ്രോസസ്സിന് R2 എന്നുള്ള റിസോഴ്സിനെ ആക്സസ് ചെയ്യാനുള്ള പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? T12 ആയിരിക്കും. ഓക്കെ, P1 എന്നുള്ള പ്രോസസ്സിന് R2 എന്നുള്ള റിസോഴ്സിനെ ആക്സസ് ചെയ്യാനുള്ള പ്രയോറിറ്റി T12. അതുപോലെ തന്നെ P2 എന്നുള്ള പ്രോസസ്സിന് R1 എന്നുള്ള റിസോഴ്സിനെ ആക്സസ് ചെയ്യാനുള്ള പ്രയോറിറ്റി T21 ആയിരിക്കും. ഞാനിപ്പോൾ Tij എങ്ങനെ നമ്മുടെ ടേംസിൽ കൊണ്ടുവരും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഇവിടെ ഒരു പറയുന്നുണ്ട്, പ്രോസസ് Pi ക്യാൻ സ്നാച്ച് എ റിസോഴ്സ് Rk ഫ്രം പ്രോസസ് Pj ഇഫ് Tik ഗ്രേറ്റർ ദാൻ Tjk എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രീഎംഷൻ അല്ലേ? സ്നാച്ച് ചെയ്തു, ഒരു പ്രോസസ്സിനെ സ്നാച്ച് ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രീഎംപ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. പ്രീഎംഷനിൽ ഉറപ്പായിട്ടും ഡെഡ് ലോക്ക് വരില്ലല്ലോ. അപ്പോൾ ഡെഡ് ലോക്ക് വരാത്ത സിറ്റുവേഷൻ തന്നെ ഇവർ പറയുന്നേ. ഇതേ നോക്കിയപ്പോൾ എ പ്രോസസ് Pi ക്യാൻ സ്നാച്ച് എ റിസോഴ്സ് Rk ഫ്രം പ്രോസസ് Pj ഇഫ് Tik ഈസ് ഗ്രേറ്റർ ദാൻ Tjk എന്നല്ലേ? അപ്പോൾ നോക്കാം, നമുക്ക് കണ്ടീഷൻ അനുസരിച്ചിട്ട് നോക്കാം. കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്താ കിട്ടുന്നത്? T12 ഗ്രേറ്റർ ദാൻ T22. ഓക്കെ, ഇനി ഇത് പ്രീഎംഷൻ്റെ കണ്ടീഷനാണ് ആദ്യത്തെ കിട്ടിയത്. സിമിലർലി നമുക്ക് ഇതേ സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെ എഴുതാം? T21 ഗ്രേറ്റർ ദാൻ T11.
ഓക്കെ, ഞാൻ ഈ പ്രിയംഷൻ്റെ ഇവരുടെ സ്നാച്ചിങ്ങിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. T12 ഗ്രേറ്റർ ദാൻ T22 ആൻഡ് T21 ഗ്രേറ്റർ ദാൻ T11. ഓക്കെ, ഇത് രണ്ടും പ്രിയംഷൻ്റെ കണ്ടീഷനാണ്. പ്രിയംഷൻ നടക്കുകയാണെങ്കിൽ ഡെഡ് ലോക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാം. ദേ നിങ്ങളുടെ 1ഉം 2ഉം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്യുന്ന നോക്കിയേ. എന്താണ് T11 ഗ്രേറ്റർ ദാൻ T21 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രോസസ്സ് ആദ്യത്തെ റിസോഴ്സിനെ ആയിട്ട് P1 എന്നുള്ള പ്രോസസ്സ് R1 എന്നുള്ള റിസോഴ്സിനെ ഹെൽഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രയോറിറ്റിയാണ് ഗ്രേറ്റർ ദാൻ ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ P2 എന്നുള്ള പ്രോസസ്സ് R1 എന്നുള്ള പ്രോസസ്സിനെ അല്ലെങ്കിൽ റിസോഴ്സിനെ റിക്വസ്റ്റ് ചെയ്യുന്ന പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 എന്നുള്ള പ്രോസസ്സിനാണ് പ്രയോറിറ്റി കൂടുതൽ P2വിനെ കാട്ടിയും. ഓക്കെ, പ്രയോറിറ്റി അങ്ങനെയാണെങ്കിൽ ഓക്കെ ആണല്ലോ. സിമിലർലി ഇത് തിരിച്ചുള്ള സിറ്റുവേഷനിലും കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാവില്ലല്ലോ. ദേ ഇവിടെ നോക്കുക, T12 ഗ്രേറ്റർ ദാൻ T22 എന്ന് പറഞ്ഞാൽ എന്താ, പ്രോസസ് P1ന് R2 എന്നുള്ള പ്രോസസ്സിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രയോറിറ്റിയാണ് കൂടുതൽ എന്ന് വെച്ചാൽ ഇത് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രോസസ് P1നാണ് P2വിനെ കാട്ടിയും പ്രയോറിറ്റി കൂടുതലെന്നല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോസസ്സിന് പ്രയോറിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഡെഡ് ലോക്ക് ഉണ്ടാവില്ലല്ലോ. സോ T12 ഗ്രേറ്റർ ദാൻ T22 എന്ന് പറഞ്ഞാൽ P1 എന്നുള്ള പ്രോസസ്സിനാണ് പ്രയോറിറ്റി കൂടുതൽ. അത് 2 എന്നുള്ള റിസോഴ്സിനെ ആക്സസ് ചെയ്യാം. ഇവിടെ ഓൾറെഡി R1 എന്നുള്ള റിസോഴ്സ് ഉണ്ട്, R2വിനെ അതിനെ റിക്വസ്റ്റ് ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ P1നാണ് പ്രയോറിറ്റി കൂടുതൽ. സോ ഡെഡ് ലോക്ക് ഉണ്ടാകാത്ത സിറ്റുവേഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സിയിലാണ് കണ്ടീഷൻ 1 ആൻഡ് 2 ഒരുപോലെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് ആദ്യത്തെ തവണ എൻ്റെ ഡിസ്ക്രിപ്ഷൻ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഈ കണ്ടീഷൻ, ഈ സ്നാച്ചിങ്ങിൻ്റെ കണ്ടീഷൻ കറക്റ്റായിട്ട് നോക്കിയാൽ മതി. അപ്പോൾ സംഭവം കിട്ടിക്കോളും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡിജ്ക്സ്ട്രാസ് ബാങ്കിങ് അൽഗോരിതം ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോൾവ് ദ പ്രോബ്ലം ഓഫ് ഓപ്ഷൻ എ ഡെഡ്ലോക്ക് അവോയ്ഡൻസ്, ഓപ്ഷൻ ബി ഡെഡ്ലോക്ക് റിക്കവറി, ഓപ്ഷൻ സി മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ആൻഡ് ഓപ്ഷൻ ഡി കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്. അപ്പോൾ ഡിജ്ക്സ്ട്രാസ് അൽഗോരിതം നമുക്കറിയാം. ഡിജ്ക്സ്ട്രാസ് അൽഗോരിതവും ബാങ്കേഴ്സ് അൽഗോരിതം ഒക്കെ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, ഡെഡ്ലോക്ക് അവോയ്ഡൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് തിയറി ഇതിന് മുന്നേയും കേട്ടിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾസ് എന്ന് പറയുന്നത് 3 എണ്ണമാണ്. ഒന്ന് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, പ്രോഗ്രസ്, ബൗണ്ടഡ് വെയിറ്റിംഗ്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ഹോൾഡ് ചെയ്താലേ ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് പറയാനായിട്ടുള്ള കാര്യം ഇവിടെ ഒരു ഓപ്ഷൻ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ തന്നിട്ടുണ്ടായിരുന്നു. അത് ഡെഡ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടതുള്ളതല്ല, ക്രിട്ടിക്കൽ സെക്ഷനിൽ എൻട്രി ചെയ്യാനുള്ള റൂളാണ്. ഓക്കെ, പിന്നെ ഡെഡ്ലോക്ക് റിക്കവറി എന്ന് പറഞ്ഞിട്ട് ഇവർ ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. കോമൺലി യൂസ് ചെയ്യുന്ന ഡെഡ്ലോക്ക് റിക്കവറി മെത്തേഡ്സ് എന്ന് പറയുന്നത് കില്ലിംഗ് ദ പ്രോസസ് ആൻഡ് റിസോഴ്സ് പ്രിയംഷൻ ആണ്. ഓക്കെ, ഡെഡ്ലോക്ക് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ കില്ല് ചെയ്യുക അല്ലെങ്കിൽ റിസോഴ്സിനെ പ്രിയംപ്റ്റ് ചെയ്യുക, അതാണ് ഡെഡ്ലോക്ക് റിക്കവറി മെത്തേഡ്സ് എന്ന് പറയുന്നത്. സോ ഡെഡ്ലോക്ക് പ്രിവെൻഷന് വേണ്ടിയിട്ട് നമുക്കുള്ളത് നമ്മുടെ കണ്ടീഷൻസ് എന്താണോ 4 കണ്ടീഷൻസ് നമ്മൾ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻസിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എലിമിനേറ്റ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, എലിമിനേറ്റ് ഹോൾഡ് ആൻഡ് വെയിറ്റ്, എലിമിനേറ്റ് നോ പ്രിയംഷൻ, എലിമിനേറ്റ് സർക്കുലർ വെയിറ്റ്. അപ്പോൾ ഈ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രിയംഷൻ, സർക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് ഡെഡ്ലോക്ക് ഉണ്ടാക്കുന്ന കണ്ടീഷൻസുകളാണ്. അതിനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഡ്ലോക്കിനെ പ്രിവെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ 4 എണ്ണം നിങ്ങൾ മറന്നു പോകാതിരിക്കുക. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, ഹോൾഡ് ആൻഡ് വെയിറ്റ്, നോ പ്രിയംഷൻ ആൻഡ് സർക്കുലർ വെയിറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ആ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ റിയൽ ടൈം OS വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഷെഡ്യൂളിംഗ് സ്കീം? ഓപ്ഷൻ എ റൗണ്ട് റോബിൻ, ഓപ്ഷൻ ബി FCFS, ഓപ്ഷൻ സി പ്രിയംപ്റ്റീവ്, ഓപ്ഷൻ ഡി റാൻഡം ഷെഡ്യൂളിംഗ്. ആൻസർ നമുക്കറിയാം, റിയൽ ടൈം OS ആണ്. റിയൽ ടൈം OS എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ തന്നെ ഹാർഡ് റിയൽ ടൈം എന്നും സോഫ്റ്റ് റിയൽ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടൈമിനെ ബേസ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാർഡ് റിയൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ടൈം ഷെഡ്യൂളിൽ തന്നെ റൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ ടൈം ഒരു മേജർ കൺസ്ട്രെയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രിയംപ്റ്റീവ് ആയിരിക്കും. ഓക്കെ, കറക്റ്റ് നമുക്ക് റിസോഴ്സിനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിനെ സ്നാച്ച് ചെയ്യുക, പ്രിയംപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം റിയൽ ടൈമിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്രിയംപ്റ്റീവ് ആണ്. സോ ഇന്ന് മെജോറിറ്റിയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് വീഡിയോസ് കൊള്ളാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു വൺസ് അഗെയിൻ.